ഈ കഥ നടക്കുന്ന ഇപ്പോഴെങ്ങുമല്ല, കുറച്ച് പഴയ കാല. ഇത് ഗോപൻ, എഴുത്തുകാരൻ മനോഹരൻ പുലരിയുടെ കടുത്ത ആരാധകൻ. വായന അറിയാവുന്ന ഓരോ മലയാളിക്കും മനോഹരൻ പുലരി ഒരു ആവേശം തന്നെയായിരുന്നു. ഓരോ ചൊവ്വാഴ്ചയും വായനക്കാരെ കോരിത്തിരിപ്പിക്കാൻ എത്തുന്ന അക്ഷരങ്ങളുടെ മായാജാലക്കാരൻ. പേനത്തുമ്പിലൂടെ പേപ്പറിൽ പകർത്തുന്ന കഥകളുടെ ഇന്ദ്രജാലം. ഗോപനും സ്വപ്നം കണ്ടു മനോഹരൻ പുലരിയെ പോലെ ഒരു വലിയ എഴുത്തുകാരനാവണം. അന്ന് മുതൽ ഗോപൻ എഴുത്തു തുടങ്ങി. ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്ത, തൻ്റെ കഥകൾ വായിച്ച് കേരളക്കര കോരിത്തിരിക്കണം. എഴുതി തീർത്ത തൻ്റെ ആദ്യ കഥയുമായി ഗോപൻ തൻ്റെ ഗുരുവിനെ കാണുന്ന യാത്രയായി. ഗോപ, വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ കഥ അത്ര പോരാ. സാർ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാറിനെ പോലെ ഒരു എഴുത്തുകാരനാവണമെന്ന്. അതൊക്കെ നല്ല ആഗ്രഹമാണ്. പക്ഷേ നല്ലൊരു എഴുത്തുകാരനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നല്ല നിരീക്ഷണബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകളെ കഥാപാത്രമായി പഠിക്കാനുള്ള മനസ്സുണ്ടാകണം. അതൊക്കെ എഴുതി അവതരിപ്പിക്കാനുള്ള പ്രതിഭ ഉണ്ടാവണം. അതൊക്കെ ഉണ്ട് സാർ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തി കൂടി ഉണ്ടാവണം. അതും ഉണ്ട് സാർ. ഗോപ, നിങ്ങളൊരു എഴുത്തുകാരനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. താങ്ക് യു സാർ. സാറിന് മനസ്സറിഞ്ഞൊന്ന് അനുഗ്രഹിക്കണം. ഇന്നുപോലെ ഞാൻ തുടങ്ങാണ്. സാറാണ് എൻ്റെ ഗുരു. ശരി ഗോപ, നിക്ക്. എഴുത്തുകൾ വായനക്കാരന് അനുഭവവേദ്യമാകണം. വായിക്കുന്നവർക്ക് അതിലെ കഥാപാത്രമാവാൻ കഴിയണം. എഴുതിയ സൃഷ്ടികൾ ആദ്യം ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് വായിപ്പിക്കണം. അവൻ ആ കഥാപാത്രമാകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഗോപ, താങ്കൾ വിജയിച്ചു. പിന്നെ ഗോപന് മുന്നോട്ട് പോകാം. ശരി സാർ. ഗോപൻ പിന്നെയും എഴുത്തു തുടങ്ങി. തൻ്റെ ആദ്യ നോവലിന് അവൻ പേര് കുറിച്ചു, ഗീത. കഥാപാത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവൻ്റെ മനസ്സിൽ ഒരു തടസ്സവുമില്ലാതെ തെളിഞ്ഞു വന്നു. അനർഘനിർഗളമായി ഒഴുകുന്ന വാക്കുകളുടെ കടൽ. അക്ഷരങ്ങൾ പുഴകളായി, കായലുകളായി ഒഴുകിച്ചേർന്ന് കഥയെന്ന കടലിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരുന്നു. അവസാന വരിയും എഴുതി തീർത്ത ഗോപൻ
താഴെ ശുഭം എന്ന് കുറിച്ചു. പക്ഷേ എവിടേക്കാ? ഞാൻ ഈ ബാഗ് ഒന്ന് കൊണ്ടുവച്ചിട്ട്. നീ എവിടെ ഇരിക്ക്, നിനക്ക് കുറച്ച് ഉപദേശങ്ങൾ തരാനുണ്ട്. എന്നിട്ടാവാം ബാക്കി. എടാ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരം പോലെയാണ്. അതുകൊണ്ട് നിന്റെ മറ്റൊരു സോടെ കാണിച്ചിട്ടുണ്ടല്ലോ, മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. പിന്നെ നീ ഓടില്ല. നമ്മളോടൊന്ന് തിരിച്ചു പോകുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനാവും. കഴിഞ്ഞതൊക്കെ മറന്ന് ഈ അമ്മാവൻ്റെ ശിക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിപ്പിക്കും ഞാൻ. ബാബ അതിനുള്ള മനഃശക്തി തരട്ടെ. കഴിഞ്ഞതൊക്കെ ഓർത്തെടുത്തുകൊണ്ട് വെറുതെ കാര്യങ്ങൾ വഷളാക്കണ്ട. ഈ പ്രേമമൊക്കെ ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ചിലവരുടെ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. നിന്റെ റെഡിയാവില്ല. ഈ പ്രേമവും കോപ്പൊക്കെ ഉണ്ടായിട്ടാണോ ഞാനൊക്കെ ഇപ്പോഴും ഈ പൂർണ്ണ ആരോഗ്യത്തോട്ടിരിക്കുന്നത്? ബാബാ കാത്തിരക്ഷിക്കണമേ. ആ ഡാ, രാവിലെ 5 മണിക്ക് യോഗ ഉണ്ടാവും. അത് വേണോ? വേണം. അളിയ എന്തായി? വന്ന് കേറിയതുള്ളടാ. എവിടെ നിന്റെ പുഷ്പാങ്കതനമ്മാവൻ? ആകെ ഒരു അവിടെ ഉണ്ട്. അയാളും അയാളുടെ ഒരു യോഗയും സംഭവം അമ്മാവനൊക്കെ തന്നെ. പക്ഷെ ഇതുപോലൊരു മൈത്താണ്ടിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ എന്റെ അമ്മയച്ഛന് ഹാപ്പി ആവുമല്ലോ. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇവിടുന്ന് മാറിയിക്കണം നല്ലത്. പിന്നെ നിനക്ക് റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? കുറച്ച് ദിവസം അവിടെ നിക്ക്. ആരൊറ്റ കാര്യം ആലോചിച്ചിട്ടാണ്. പിന്നെ നീയേ ആ പഴയ കാര്യം വെച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു വേണ്ട. ഓമൈ, നീ വെച്ചിട്ട് പോ. ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് പരതട്ടെ, വല്ല കിളികളും ഉണ്ടോന്ന്. നീ ഇടയ്ക്ക് വിളിക്ക്. വിട്ടിട്ടൊരു കളിയില്ലല്ലേ. നടക്കട്ടെ നടക്കട്ടെ. ബൈ. ഓക്കേടാ ബൈ. പിന്നെ ആ വീഡിയോ വൈറലാട്ടാ. 6 ലക്ഷം വ്യൂസ്. കമന്റ് വായിച്ചിട്ട് പോനെ ഞാൻ ചിരിച്ച് ചത്ത്. വെച്ചിട്ട് പോട. സമയം 12. എന്താ നിന്റെ പ്ലാന്? അത് പറ. അളിയ, ക്രിസ്മസ് രാത്രിയാണ്. ഇന്ന് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. അതിന് എന്ത് റിസ്ക് ഞാൻ എടുക്കും. റിസ്ക് ഒക്കെ കൊള്ളാം. ഒന്നും കൂടി ആലോചിച്ചിട്ടൊക്കെ. നോ റിസ്ക് അറ്റ് ഓൾ. അവളുടെ കെട്ടിയും ഗൾഫിലാണ്. വീട്ടിൽ പുള്ളിക്കാരി ഒറ്റയ്ക്കും. ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസാ. നിന്റെയൊക്കെ ടൈം അളിയാ. അല്ലാണ്ട് എന്ത് പറയാൻ. നിന്നെയൊക്കെ സമ്മതിക്കണടാ. എടാ, ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം. മനുഷ്യന്മാരുടെ ഓരോ ആവശ്യങ്ങൾക്കാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കണേ. എടാ, നീ എപ്പോഴും ഈ ഫേസ്ബുക്കിൽ കിടന്ന് കറങ്ങി, ഇൻസ്റ്റയിലോട്ടൊക്കെ ഇറങ്ങ്. അവിടെ അല്ലേ കളി മൊത്തം. കണ്ടവളുമാരെ മൊത്തം ഫോളോ ചെയ്യുക. അവളുമാരിടുന്ന പോസ്റ്റിനൊക്കെ ചുമ്മാ ലവും കമൻറ്റും ഒക്കെ വാരി കോരിയിട്ട് ചുമ്മാ ഏതെല്ലാം എണ്ണം വന്ന് വീഴും. എന്നാലും നട്ടപ്പാതിരിക്കൊരു വീട്ടിൽ കയറിച്ചില്ല എന്നൊക്കെ പറഞ്ഞ. എടാ, അതല്ലേ അതിൻ്റെ ത്രില്ല്. തട്ടത്തിമറത്തിൽ നീമ്പോളിയൊക്കെ പോയ പോലെ. അവളാ തട്ടണ്ട് മാറ്റിയ സാറേ, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂല. അതല്ലേ? അതന്നെ. നീ വാ, എനിക്ക് അവളുടെ വീട് ഇവിടെ അടുത്താണ്. വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകണം സേഫ് അല്ല. തള്ളു 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 തള്ളടാ. എങ്കിടാണ് നീ ഇവിടത്തേക്ക്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ അവിടെ വന്നാലും ഇവിടെ വന്നാലും ആരും കാണാണ്ട് എന്നാ വാ. പരിചയമില്ലാത്ത നാടാണ്. എനിക്കെന്തോ ചെറിയ പേടി പോലെ ഇല്ലാതില്ല കേട്ടോ. ഒരു കാമുകൻ എപ്പോഴും വെൽ പ്ലാൻഡ് ആയിരിക്കും. ഡോണ്ട് വറി, വാ. നീ ഇങ്ങനെ പേടിക്കലടാ. അല്ല, ഓൾക്ക് എന്ത് പ്രായം? ഒരു 30-35. പോപ്പുലേഷൻ കൂടുതലാണ്. അതിൻ്റെ മനഃശാസ്ത്രം നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. 30 കഴിഞ്ഞ പെണ്ണുങ്ങൾ സ്നേഹം വാരി കോരി കൊടുക്കും. അതാണ്.
ശരിക്കും ആന്ന്. ആ ശോ, നീ നിസാര വിത്തല്ലോ. എടാ ഇങ്ങനെ തുള്ളിച്ചാടി പോകല്ലേ, പൂച്ച നടക്കണ പോലെ നടക്ക്. നമ്മൾ നടക്കുന്നത് കരിയില പോലും അറിയരുത്. ഓക്കെ. ഓ ഓവറാക്കലടാ. നോർമലായിട്ട് ആൾക്കാർക്ക് സംശയമില്ലാത്ത വിധത്തിൽ നടക്ക്. ഇത് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ നാട്ടുകാർ പിടിക്കും. എടാ ഇതാണ് വീട്. ആ എന്നാ പോയി ബെല്ലടിക്കാം. നീ ഇതെവിടെ പോണു? ഞാൻ അവിടെ വല്ല ചായം കുടിച്ചു തന്നോളാം. നിങ്ങൾ കടിക്കുക മകനേ, എന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, അതും ഡെറാഡൂണിന്ന് സ്ട്രെയിറ്റ്. ഇത് കണ്ട, ഡെറാഡൂണിലെ മൊസോറിയയിൽ മാത്രം കിട്ടുന്ന മൊസോറിയൻ ഫെനി. പന്നി, നീ ഇത് രാവിലെ ധർമ്മൻ്റെ വാങ്ങിയ പൊട്ടച്ചാറായിരടാ. അത് നിനക്ക്, എനിക്കിത് മൊസോറിയൻ ഫെനി. ജില്ല വിട്ട് പുറത്തു പോകാത്ത മുതലാണ് മൊസോറിയൻ ഫാൻ. പിന്നെ പൊളിക്കുന്നൊക്കെ കൊള്ളാം. മാക്സിമം 1 മണിക്കൂർ. എനിക്കിവിടെ കിടന്ന് കുതുടികളൊന്നും ചെയ്യട്ടോ. എടാ നീ ഇവിടെ നിന്ന് തന്നാൽ മതി. ആരെങ്കിലും വരുവാണെങ്കിൽ ചെറിയൊരു സിഗ്നൽ തരാം. വിസിലടിച്ചാൽ മതിയോ? ആ അത് വേണ്ട, സ്ഥിരം സിനിമയിലുള്ളതാ. ആവശ്യമുള്ള സമയത്ത് വിസിൽ വരില്ല. നിന്റെ മൊബൈലിൽ വിളിച്ചാൽ പോരെ? മതി. അയ്യോ 1 മിനിറ്റടാ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആടാ. ബെസ്റ്റ്. ദർ ഇസ് എ പ്ലാൻ ബി. ആ പറ. എടാ ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ? കിട്ടില്ല ഐഡിയ. ഓക്കെടാ, സീ യു. എന്താടാ എൻ്റെ മൊബൈല് അത് നീ വിളിച്ച ഓണായിരിക്കണ്ടേ? ടോട്ടൽ ട്രാപ്പ്. ദർ ഇസ് എ പ്ലാൻ സി. ഡോണ്ട് വറി, നിന്റെ കയ്യിൽ നേരത്തെ കത്തിച്ചതിൻ്റെ ബാക്കി പടക്കില്ലേ? ആ പ്ലാൻ സി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അതിൽ നിന്ന് ഒരു പടക്കെടുത്ത് കത്തിക്കുക. എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ മാത്രം. ഓക്കെ. പ്രശ്നം രൂക്ഷമാണെങ്കിൽ രണ്ടാമതൊരു പടക്കം കൂടെ കത്തിക്കുക. സെറ്റ്. മൂന്നാമത്തെ പടക്കം പൊട്ടി കഴിഞ്ഞാൽ കണ്ടം വഴി ഓടിയിരിക്കും. കിടു ഐഡിയ. പക്ഷെ പടക്കം പൊട്ടിച്ച എല്ലാവരും എടാ ക്രിസ്മസ് അല്ലേ, ആരെങ്കിലും ആഘോഷിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഓക്കെ. നീ എന്തിനാ അതിന് മതിൽ ചാടണം? ഫ്രണ്ട് കൂടെ പോയാൽ പോരെ? ഏയ് അതിലൊരു ത്രില്ലില്ല, മതിൽ ചാടി വേണം പോവാൻ. അതാണ് അതിൻ്റെ ഒരു ഇത്. കാമുകന്മാർ എപ്പോഴും റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുന്നവരെയാണ് ചിഞ്ചുവിന് ഇഷ്ടം. ഓക്കെ അളിയാ, ഓൾ ദ ബെസ്റ്റ്. ആ താങ്ക്സ്. ഞാൻ വാതിൽ തുറന്നുതരാം. വേണ്ട, ഞാൻ കുറച്ചേരം കൂടി നോക്കിയെന്നോട്ടെ. വിനോദ ആയിഷയെ നോക്കിയെന്ന പോലെ. ഷോ ഇങ്ങനെ നോക്കല്ലേ മനു, എനിക്ക് എന്തോ പോലെ. എന്നാ ഞാൻ അപ്പുറത്ത് കൂടെ വരാം. തുറക്ക്. ഹിമാലയത്തിൻ്റെ ടോപ്പിൽ ബുള്ളറ്റുമായിട്ട് നിൽക്കുമ്പോഴാണ് ക്രിസ്മസിനൊരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് ചിഞ്ചുവിൻ്റെ വിളി വരുന്നു. പിന്നെ ഞാൻ ഒറ്റ വിടലായിരുന്നു 100 എൻ്റെ ചിഞ്ചുവിനെ കാണാൻ. ഹിമാലയത്തിന്റെ ടോപ്പിൽ ബുള്ളറ്റ് ഒക്കെ കയറുവോ? പിന്നെ ജമ്മു വഴി കാട്ടിക്കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ മേജരവയ്ക്ക് അതുവഴിയല്ലേ പോണേ. സിനിമാക്കാരെയൊക്കെ അറിയാല്ലേ? മനുവിന് സിനിമയിൽ അഭിനയിച്ചൂടെ? നല്ല ഗ്ലാമർ ആണല്ലോ. താല്പര്യമില്ലെന്നേ. എനിക്ക് യാത്രകള്, ബുള്ളറ്റ്, ഹിമാലയൻ മലനിരകൾ, ഇതൊക്കെയായിരുന്നു താല്പര്യം. ഇപ്പൊ ആരോടാ താല്പര്യം? അത് ഇപ്പം എൻ്റെ ചിഞ്ചുവിനോട്, എൻ്റെ ചിഞ്ചുവിനോട് മാത്രം. മൊസൂറിയൻ ഫെനി, എൻ്റെ മുത്തിന് മനുവിൻ്റെ സമ്മാനം. ഇവനെ കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്ന് വലിക്കാം. നീ അവിടെ കടന്നു വലി. ഓർമ്മയുണ്ടോ ചിഞ്ചുവിന്? ഞാൻ ആദ്യമായിട്ട് ചിഞ്ചുവിൻ്റെ പേഴ്സണൽ ലൈക്ക് അടിച്ച്. മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ഡെറാഡൂണിലായിരുന്നു. ഇപ്പം ചിഞ്ചുവിൻ്റെ വീട്ടിലും. ഇവിടെ ഞാനും ചിഞ്ചുവും മാത്രം, ഈ അടച്ചിട്ട മുറിയിൽ. വാട്ട്സ് നെക്സ്റ്റ്? എല്ലാം ചിഞ്ചുവിൻ്റെ ഇഷ്ടം. യോഗം. ശോ, അടിയിലെ നീയ കാതൽ റാണി, വിരൽ പട്ട നൊടിയിൽ നീയൻ മോഹവീണി, കാമനിൽ പൈങ്കിളി കാതലിൽ
തേൻ തുളി കാവലിൻ വൈകിളി കാതലിൻ തേൻ തുളി ഓ ഓ. അടി ഇമ്പക്കുയിലെ നീയെ കാതൽ റാണി വിരൽ പട്ട നൊടിയിൽ നീ എൻ മോഹവീണை കാമനിൻ പൈങ്കിളി കാതലിൻ തേൻ തുളി കാമനിൻ പൈങ്കിളി കാതലിൻ തേൻ തുളി ഓ ഓ. ഇതെന്തിങ്ങനെയൊക്കെ? ഇതാണ് അതിന്റെ ഒരു രീതി. ഷേ, മൊത്തം വരിഞ്ഞ് കേട്ടിക്കോ. വായിൽ മാത്രം തുണി തരരുത്. ഉമ്മ വയ്ക്കാൻ പറ്റില്ല. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. അയ്യോ, പെട്ട് പെട്ട്. സിഗ്നൽ. കണ്ണും കണ്ണും അയ്യോ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ ചേട്ടൻ്റെ പരിപാടി? ഞാനിവിടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കാറ്റൊക്കെയുള്ള വേണ്ടിയാണ്. ചേട്ടൻ ഏതാ? ഞാനാ അപ്പുറത്തുള്ളവര്. ആ ജോയിച്ചേട്ടന്റെ പുതിയ വീട്ടിലെ താമസക്കാരൻ. അതന്നെ. ആ ഇതങ്ങോട്ട് വെച്ചങ്ങോട്ട് പടക്കൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ നിൽക്കുവാ അല്ലേ? ആ ആ, വാ വാ വാ. ആരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നിനച്ചിരുന്നു. അല്ലേ അല്ല, നമ്മൾ ഈ രാത്രിയിൽ വീട്ടിൽ കയറി നാട്ടുകാരൊക്കെ വിളിച്ചുണർത്തുന്നത് ശരിയാണ്. അതൊന്നും പ്രശ്നമില്ല ചേട്ടാ. അയ്യോ അയ്യോ, കത്തിക്കല്ലേ കത്തിക്കല്ലേ. ശബ്ദ മലിനീകരണം. ഒന്ന് പോയട്ടാ. ഫസ്റ്റ് വാണിംഗ്. കെട്ടഴിക്ക് കെട്ടഴിക്ക് കെട്ടഴിക്ക്. അതാ കരോളുകാരാണ്. ഞാൻ നോക്കിട്ട് ഇപ്പൊ പൂല വരാം. പൂല 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 കെട്ടഴിക്ക്. പൂല. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ദൈവപുത്രൻ പിറക്കുമെന്ന്. നമ്മുടെ ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു. ദൈവമേ സുര. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ കയ്യിന്ന് വിടോ. ഇയാളെന്ത് ഭക്ഷണത്തിനേ കാണിക്കണേ? ചേട്ടാ അത് പുള്ളിക്കാരുടെ ഭർത്താവാ. ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാ. ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ശ്ശേ, എന്തേ കാണിക്കുന്നത്? കയ്യിന്ന് വിടറോ. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ഒന്ന് ചെറ്റതര കാണിക്കുന്നോടാ നാറി. അയ്യോ ഓടി വാടാ. അയ്യോ ഒന്ന് വാടാ ചെറുക്ക. എവിടെ പോയി കിടക്കുന്നു? പിടിച്ചു മാറ്റടാ. ഒന്ന് വന്ന് രക്ഷിക്കടാ. ഇതെന്ത് പറ്റി? വജ്രാസിൽ പ്രാണാസനം കയറ്റി ഒരു സാധനം ചെയ്താടാ. പ്രതീക്ഷ പോലെ അങ്ങോട്ട് ഒത്തില്ല. ഇതിനിപ്പോ എങ്ങനെ അയച്ചെടുക്കാനാണ്? നൂഡിൽസ് പോലെ അമ്മേ. അമ്മാവനിത് എവിടെ തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കി. അതറിയാമെങ്കിൽ ഞാൻ ഈ പടാപ്പാട് പെടുവോടാ. ഇന്ന് വായിട്ടളിക്കാത്ത എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് വലിച്ചു നോക്കടാ. ഒരു മിനിറ്റ്, ഞാൻ പോരാ. നീ ഇതെവിടെ പോ? ഞാൻ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കാം. എടാ നാറി, വന്നിട്ട് ഈ കെട്ടൊന്ന് അഴിക്കാൻ നോക്കടാ. എന്നാലും പിടിക്കണം, ഞാനിതൊന്ന് അഴിച്ചെടുക്കട്ടെ. ഉരുട്ടി കളിക്കണ, നേരെ പിടിച്ച് വലിക്കടാ അങ്ങോട്ട്. അയ്യോ എന്തു പറ്റി? നാട്ടുകാരൊക്കെ ഓടിക്കൂടന്ന് എന്തേലും ഒക്കെ ഒന്ന് കാണിക്കടാ. അയ്യോ ഇതെന്താ ഇങ്ങനെ? അതൊരു ആസനം മാറിപ്പോയതല്ലേ മാമ? എന്ത് യോഗാസനത്തിൽ ഒരു പുതിയ ആസനം കണ്ടുപിടിക്കാൻ നോക്കി. അപ്പൊ ആസനം കാണാനില്ല. ഇന്ന് റിവ്യൂ പറയാണ്ട് വലിച്ചൂരടാ പന്നി. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അതിപ്പോ തൃശ്ശൂർ റൗണ്ട് പോലെയല്ല. അവിടെ ഒന്ന് പിടിക്കരുത്, പെങ്കൊച്ച് നിക്കാണ്. അമ്മാ മാമനെ കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കായിരുന്നു. ഐ
ഓ ബാബാ കാത്തു. ബാബു വാ പോക്ക് അത് എങ്ങനെങ്ങാണ്ട് കൊണ്ടിരുത്താം. എന്ത് കാര്യത്തിൽ കുട്ടി അതാ. ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. ഡ്രസ്സ് വാഷ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു കരച്ചിൽ കേട്ടത് അമ്മാവന്റെ. പേടിക്കണ്ട മോളെ, പല കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെ. ഇതൊക്കെ ഇവിടെ പതിവാ. അമ്മ അവിടെ എന്തിന്റെ കേടായിരുന്നു, വെറുതെ ആളവനക്കെടുത്താണ്. മോളുടെ പേരെന്താന്ന് പറഞ്ഞേ? രാധിക. വിളിച്ചാൽ വിളിപ്പുറത്ത് ഒരാളുണ്ടാവുന്ന എന്തുകൊണ്ട് നല്ലതാ. അതെ, ഞാനമ്മാവനും കൂടി ഇങ്ങനെ കുറെ ആസനങ്ങളൊക്കെ പരീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരാൻ ആളുള്ളതല്ലോ. നിങ്ങളിവിടെ പുതിയ താമസക്കാരല്ലേ? അതെ. ഇവിടെ കുറെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ഒച്ചയും ബഹളം കേട്ടപ്പോൾ മനസ്സിലായി പുതിയ ഏതോ താമസക്കാർ വന്നിട്ടുണ്ടെന്ന്. നിങ്ങളിത് വാങ്ങിയതാണോ? ഏയ് അല്ല, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഈ വീട്ടിലെ ആൾക്കാരൊക്കെയോ? ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ആരെയും. ഒരിക്കൽ ഹരിദ്വാറിലൊരു യാത്ര പോയതാ. അവിടെ വെച്ചൊരു സ്വാമിനെ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞതാ പുള്ളിയുടെ ഒരു വീടൊരു ഒഴിഞ്ഞിടപ്പെട്ടെന്ന്. അങ്ങനെ വന്നതാ. കുറച്ചു കാലം ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. അതെ, ഞാനും അമ്മാവനും കൂടി കുറച്ചാൾ യോഗ മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഓ സോറി, പരിചയപ്പെടുത്താൻ പറഞ്ഞു. ബൈ ദ ബൈ, ഐ എം മനു ആൻഡ് ദിസ് ഇസ് പുഷ്പാങ്കതൻ. രാധികയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മാമയും പിന്നെ ശരി, ഇന്ന് പിന്നെ കാണാം. എടാ വായി നോക്കി നിൽക്കാണ്ട് എന്നെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവെക്കടാ. അതിനാരും ആയി നോക്കി. ഓ ആ പറടാ. എന്താണ് മോനെ പരിപാടികള്? നന്നായ ഒന്ന് പോടാ, എന്ത് പരിപാടി? അങ്ങേ രാവിലെ തന്നെ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് കോച്ച് വിളിച്ച് കിടപ്പുണ്ട്. ഇപ്പൊ കുക്കിങ്ങിലാണ്, മേക്കിങ് കഞ്ഞി. എടാ ഞാൻ വിളിച്ചതേ, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട്. നിനക്കെന്തെങ്കിലും വേണോ? പൊന്നു മോനെ, തുള്ളി മദ്യം കിട്ടൂ. ഇന്നത് കൊണ്ടുവന്നത് നീയാണ് എൻ്റെ ദൈവം. എടാ നിന്റെ അമ്മാവനെ അവിടെ അല്ലേ? നീ സാധനങ്ങൾ എത്തിക്കാൻ നോക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം. ഓക്കേടാ. എടാ ഞാനവിടെ എത്താനേ ഒരു 2 മണിക്കൂർ എടുക്കും. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? കുറച്ച് സേർട്ട് വാങ്ങിച്ചോ, സ്റ്റോക്ക് തീർന്നു. എടാ നിനക്ക് ലഹരി അല്ലാതെ വേറെ ഒന്നും വേണ്ടേ? കഴിക്കാൻ വല്ലതും വേണോ? ലഹരിയാണ് മോനെ ഇവിടെ ഏക ആശ്വാസം. ഓക്കേടാ. ഗൂഗിൾ മാപ്പ് മൂഞ്ചിച്ചളിയാ. നീ ഇപ്പം എവിടെയാ? ഞാനൊരു ട്രാൻസ്ഫോമറിന്റെ അടുത്താക്കണ്. ആ അതന്നെ ആ വഴി തന്നെ, നീ വാ. ആ ശരി.
എടാ നീയാകെ ചടച്ചല്ലോടാ. മനസ്സിനൊരു സുഖം വേണ്ടളിയാ. സുഖം നീ അത് വിടറാ. ചേട്ടാ എന്തിനാടാ ഈ പഴയതൊക്കെ ആലോചിച്ചിട്ട് വെറുതെ എങ്ങനെ? എടാ ഇന്നലെ ഞാൻ വീഡിയോ കണ്ടളിയാ. അവന്മാർ 3-4 ക്യാമറയൊക്കെ വെച്ച് എല്ലാ ആംഗിളും ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നു കാലന്മാര്. ഇന്നത്തെയും കൂട്ടിയിട്ട് 1256 കമന്റ്. അതൊക്കെ നീ കറക്റ്റായിട്ട് എണ്ണി വെച്ചിട്ടുണ്ടല്ലേ. വെറുതെ ഒരു ടൈം പാസ്. ചേട്ടാ എനിക്കതല്ല, ഈ അമ്മാവനെ കൊണ്ടാണ് ഈ തൊരക്കേട്. മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വല്ല സാമ്യവും. നീ ആ സാധനം എടുക്ക്. ഒട്ടയല്ലേ? അതൊന്നുമില്ല. എന്നാ ശരി, ഒരു മിനിറ്റ് മറന്നു. ആത്മാവിന് പോകാം. ഓക്കെ ശരി. അണ്ടാ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ആവശ്യങ്ങളേ ഉള്ളൂ. എന്തൊരു കള്ളക്കടത്ത്? ഒന്നുമില്ല, ഒരു ഫ്രണ്ട് വന്നതാ. ഫ്രണ്ട് എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് കുറച്ച് അച്ചാർ വേണമെന്നമ്മ. മനസ്സിലായി. അച്ചാർ കുപ്പി താഴെ വീണ് പൊട്ടണ്ട, സൂക്ഷിച്ചു കൊണ്ടുപോയിക്കോ. അപ്പൊ ഇതാണല്ലേ പരിപാടി. കണ്ടല്ലേ? കണ്ടു. ആരോടും പറഞ്ഞാട്ടാ. ഇല്ല. ശരിക്കും നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി എന്താ പരിപാടി? അടിച്ചു പൊളിക്കാൻ വന്നതാണോ? അമ്മാവൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യനാ. അപ്പം മനു ഡീസൻ്റ് അല്ല അല്ലേ? അങ്ങനെയല്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് ചുറ്റികളെയും പരിപാടികളൊക്കെ ആയിട്ട്. ശരി, നടക്കട്ടെ. തട്ടുമ്പുറത്ത് ഗീതേ. കോപ്പി ഇടത്തേക്കാലായിരുന്നു വലത്തേക്കാലായിരുന്നു. ബാബാ അവിടെ കണ്ട ബുക്ക്. ആരാ? ഗോപൻ? ഏത് ഗോപൻ? പണ്ട് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാ. താനൊക്കെ തീമ്പോക്കായിട്ട് ഹൊറർ പടം പോലെ. പേടിക്കണ്ടോ? ഞാനെന്തിനു പേടിക്കണം? താൻ ഏതാ? താനിപ്പോ കൂട്ടിയിട്ട് വീട്ടിലെങ്ങനെ നടന്നു? ഞങ്ങൾക്ക് അതൊക്കെ വളരെ ഈസി അല്ലേ. ഞങ്ങളാ? ഏത് ഞങ്ങള്? താൻ ടെൻഷനാവല്ലേ, ഞാനൊരു ആത്മാവാണ്. അടിപൊളി. കണ്ടിട്ട് പൂര പറമ്പിൽ മാജിക് കാണിക്കാൻ വന്ന പോലെ ഉണ്ടല്ലോ. ഈ വേഷം കണ്ടിട്ടാണോ? അല്ലെ, മൊത്തത്തിൽ ആംബിയൻസ് കണ്ടിട്ട് പറഞ്ഞാണ്. ഈ വാതിലടി നിർത്താൻ പറ്റൂ? പഴയ വീടാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അല്ലടോ, തനിക്ക് എന്നെ കണ്ടിട്ട് പേടിയൊന്നും തോന്നണല്ലേ? ആകെ നാറിപ്പരിപ്പളകി നാണം കെട്ട് നിൽക്കണം. ഞാൻ തന്നെ കണ്ടിട്ട് എന്തിനാണ് പേടിക്കണേ? സാധാരണ ഈ ആത്മാക്കളെ കാണുമ്പോൾ മനുഷ്യന്മാർ പേടിച്ചോടാറുണ്ട്. താൻ ഭയങ്കര കൂളാണല്ലോ. ഈ ആത്മാവെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഡ്രാക്കുള വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതൊക്കെ ഈ മനുഷ്യന്മാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. ഗതി കിട്ടാതെ ആത്മാക്കൾ. അതാണ് കറക്റ്റ്. ഞാൻ ഒരു ആത്മാവിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വിരോധമില്ലെങ്കിൽ ഒന്നങ്ങോട്ട് നീങ്ങിക്കും. അതിനെന്താ? അപ്പം നിങ്ങൾ ശരിക്കും പ്രേതാണല്ലേ?
ഞാൻ ആരെയും ഒന്നും ചെയ്യാൻ വന്നതല്ലടൂ. സാർ എങ്ങനെ മരിച്ചേ? തെങ്ങ് ചതിക്കില്ലെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷേ തേങ്ങ ചതിക്കും. തലയിൽ തേങ്ങ വീട് മരിച്ചതാ. എപ്പോ? അതൊക്കെ കുറേ കാലമായി. ഷോ. പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ കാര്യത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അതെൻ്റെയാണ്. ഏത്? ഈ പുസ്തകം? ഇതൊരു ഏട്ടൻ കയറി പിടിച്ചതാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാണ്. അതിന് മാത്രം എന്താ അതിൽ? അത് ഞാൻ എഴുതിയ കഥയാണ് മിസ്റ്റർ. എനിക്കൊരു കോപ്പ് മനസ്സിലാവില്ല കേട്ടാ. ഈ പുസ്തകം എഴുതി തീർന്നതും ഞാൻ മരിച്ചതും ഒരുമിച്ചായിരുന്നു. അല്ല, എന്താ ഇപ്പോൾ ഇവിടെ വരാൻ കാരണം? ഒന്നുമില്ലടോ, എൻ്റെ ഈ ബുക്ക് ഇതുവരെ ആരും വായിച്ചിട്ടില്ല. അത് ആരെങ്കിലൊക്കെ ഒന്ന് വായിച്ച് കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ചത്താൽ മതി. അതിന് നിങ്ങളൊരു വട്ടം ചത്തല്ലേ? ഞാനൊരു ഫ്ലോയ്ക്ക് പറഞ്ഞാണ് ബ്രോ. നീ ഇതൊന്ന് വായിച്ചിട്ട് ജെന്യുവനായിട്ടൊരു അഭിപ്രായം പറ. എന്തായാലും ഇത് അച്ചടിച്ച് വന്നിട്ട് കാണാനുള്ള യോഗമൊന്നും എനിക്കില്ല. അതെ, ഞാൻ ആകെ അവിടെ പ്രാന്ത് പിടിച്ചിരിക്കും. സത്യം പറഞ്ഞ് വായിക്കണമെന്നൊരു മൂഡില്ല. നിങ്ങൾ പോയിട്ട് നാളെ പകലുവാ, അപ്പം നോക്കാം. എൻ്റെ പൊന്നു ചങ്ങാതി, നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്കങ്ങനെ പകൽ വെളിച്ചത്തിലൊന്നും ഇറങ്ങി വരാൻ പറ്റുമൊന്നുമില്ല. അതെ, എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സംഗതി ഞാൻ വായിച്ചു തരാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കഴിവ് തരാൻ പറ്റും. അല്ല, നിങ്ങളൊരു ആത്മാവാണല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ നാട്ടു നടപ്പ്. എന്താന്ന്? ലൈക്ക് എന്നെ ഒന്ന് അപ്രത്യക്ഷനാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അതിപ്പോൾ എന്നെ പോലുള്ളവർക്കും ഹോളോമാനൊക്കെ ആ കഴിവുകൾ കിട്ടിയിട്ടുള്ളൂ. വേറെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല. അപ്രത്യക്ഷനാക്കാൻ പറ്റൊന്നുമില്ല, പക്ഷെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത് വെറൈറ്റി വല്ലതും ആണോ? ഈ പുസ്തകം നീ വായിച്ചു തുടങ്ങിയാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും, കഥ തീരുന്നത് വരെ. കൊള്ളാം. പക്ഷെ ഈ കഥ എങ്ങനെയാണ്? വല്ല അവാർഡ് പടം പോലെയാണോ? നേരിട്ട് കണ്ടറിയാലോ. നിങ്ങളീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാലും ചുമ്മാ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. തമ്പുരാൻ, ഇതും പെൺകുട്ടിയാ. അയ്യപ്പാ, കൊണ്ടേക്കളണം നാശങ്ങളെ. ചേട്ടാ, കഥ മൊത്തം ടെററാണല്ലോ. ഒരു കഥയാകുമ്പോൾ എല്ലാം വേണ്ടേ? സംഭവം ഇൻട്രസ്റ്റിംഗ് കേട്ടോ. നിങ്ങളെ ആള് കൊള്ളാം. ഒന്നുകൂടെ പറഞ്ഞ്. നിങ്ങളെ ആള് കൊള്ളാന്ന്. അത് കേട്ടാൽ മതി, ബാക്കി വയ്ക്കി. ടോട്ടൽ കഥ എങ്ങനെയുണ്ട് അതാണ് എനിക്കറിയേണ്ടത്. കുറച്ച് വയലൻസ് കൂടുതലാണ്. കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എത്ര കാണാൻ കിടക്കണം? സംഭവം ഇഷ്ടമായില്ലേ? കൊള്ളാം, ബാക്കി വായിക്കട്ടെ. മനുവിന് വേണമെങ്കിൽ ഇഷ്ടമുള്ള മുഖങ്ങളെ കഥാപാത്രങ്ങളായി സങ്കല്പിക്കാട്ടോ. പക്ഷെ ഇപ്പൊ കണ്ട തമ്പുരാന്റെ മുഖം എനിക്ക് വേണ്ട. പുള്ളി വെറും മയനാണെന്ന് കഥ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇനി ആയിരിക്കുമല്ലേ നായകനൊക്കെ വരുന്നത്. എന്നാ പിന്നെ അവിടെ തന്നെ ഞാൻ പറയാം. ഇപ്പൊ കണ്ട തമ്പുരാന്റെ എജ്ജായി സൈക്കോ. ക്രൈം ത്രില്ലർ അല്ലേ?
കണ്ടിന്യൂ. സ്വാമി, ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ തലമുറ തീരുകയാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. എനിക്കൊരു ആൺകുഞ്ഞു വേണം. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. 4 വിവാഹം കഴിച്ച ആളാണ് ഞാൻ. 4 ഉണ്ടായത് പെൺകുഞ്ഞുങ്ങൾ മാത്രം. കൊന്നതല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല എനിക്ക്. പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്ന് സ്വാമി പറഞ്ഞാൽ മതി. അതിന് സ്വാമിക്ക് വേണ്ടത് എന്തു ഞാൻ ചെയ്യും. മാർഗമുണ്ട്. തമ്പുരാൻ ഒരു വിവാഹം കൂടി കഴിക്കണം. വെറുതെ ഒരു വിവാഹമാകരുത്. ഞാൻ പറയുന്ന പോലെ ചില അനുഷ്ഠാനങ്ങളോടുകൂടി ആവണം. ഇന്നേക്ക് 7 ദിവസത്തിനകം ഒരു കന്യകയുമായി വേളി നടന്നിരിക്കണം. 7 ദിവസത്തിനകം അങ്ങനെ ഒരാളെ കണ്ടെത്താന്ന് പറഞ്ഞാൽ എത്തും. അങ്ങനെ ഒരു കന്യക തമ്പുരാന്റെ മുന്നിലെത്തും. സ്വാമി പറഞ്ഞത് എന്തു ഞാൻ ചെയ്യാം. എന്നിട്ട് തീർന്നില്ല. ദേവനാരായണൻ ഈ കുങ്കികളെന്ന് കേട്ടിട്ടുണ്ടോ? പേശിബലം കൊണ്ട് കാട് പറപ്പിച്ച ആണുങ്ങളായിരുന്നു കുങ്കികളുടെ ഫലം. ഒരിക്കലൊരു കുങ്കി കാടിറങ്ങി എൻ്റെ മുത്തശ്ശനെ കാണാൻ വന്നു. മൂപ്പരന്ന് പേരുകേട്ട തന്ത്രിയാണ്. മന്ത്രത്തകിടുകളിൽ ആറ്റോത്തില്ലത്തെ 12 രക്തരക്ഷസുകളെ തളച്ചിട്ട വിദ്വാൻ. ഈ കുങ്കി എന്തിനാ എൻ്റെ മുത്തശ്ശനെ കാണാമെന്നറിയാമോ? കുങ്കി തലമുറയിൽ കരുത്തന്മാരായ ആൺസന്തതികൾ ഉണ്ടാവാൻ. കുങ്കികൾക്കായി മരുന്ന് കണ്ടെത്താൻ താളിയോലകളിൽ ദിവസങ്ങളോളം തലകുമ്പിട്ടിരുന്ന മുത്തശ്ശൻ 12 നാളുകൾ കഴിഞ്ഞാണ് പുറത്തു വന്നത്. മുത്തശ്ശൻ കണ്ടെത്തിയ ആ കൂട്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. പറയൂ, എന്താ? ലേശം ബുദ്ധിമുട്ടുള്ള കാര്യ. പൂർണ്ണ ഗർഭിണിയായ കാട്ടാനയെ കൊന്ന് ഗർഭപാത്രം പുറത്തെടുത്ത് മറുപിള്ളയും കുഞ്ഞിനെയും അറുത്തുമാറ്റി ഗർഭപാത്രം 12 നാൾ എരിവേലി സൂര്യന് താഴെ ഊരക്കിടണം. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കും മുമ്പ് കരിവേലി പന്തങ്ങൾ ഗർഭപാത്രത്തിന് ചുറ്റും കത്തിജ്വലിച്ച് നിൽക്കണം. അങ്ങനെ 12 ദിവസം. 12ാം നാൾ ആ ഗർഭപാത്രം ഭസ്മമായിട്ടുണ്ടാവും. ആ ഭസ്മമാണ് നമുക്ക് വേണ്ടത്. ആ ഭസ്മം എങ്ങനെ കിട്ടും? വഴിയുണ്ട്. കുങ്കികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചാൽ അതിലൊരുവൻ ആ ഭസ്മവുമായി കാടിറങ്ങി വരും. ഭസ്മം കിട്ടിയിട്ട് പെൺകുട്ടിയെ ജലശുദ്ധി വരുത്തി ഈറനണിഞ്ഞ വസ്ത്രത്തോടുകൂടി പൂജാപീഠത്തിലിരുത്തുക. മന്ത്രങ്ങൾ ഒരുപാടുണ്ടാവും. അതൊരു തന്ത്രിയല്ല, മറിച്ച് വേഴ്ചയിൽ ഏർപ്പെടേണ്ട ആൾ തന്നെയാകണം അത് ചൊല്ലേണ്ടത്. 14 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പൂജ. അത് കഴിഞ്ഞ് അവളുമായി വേഴ്ചയിൽ ഏർപ്പെട്ടാൽ താങ്കൾക്കൊരു പുത്രൻ ജനിക്കും. കണിശാണ്. തന്ത്രവിധികൾ തെറ്റാറില്ല. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഇനി ഒന്നും നോക്കാനില്ല. ആ ഭസ്മം എന്തു വില കൊടുത്ത് നമുക്കിവിടെ എത്തിക്കണം. എത്തിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞപടി ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ. സ്വാമിജി, എന്താണ് ഞാൻ അങ്ങേക്ക് തരേണ്ടത്? വിചാരിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി ഭവിക്കട്ടെ. എന്നിട്ടാവാം. ഇത് ഏതാണ് ഈ പെണ്ണ്? ദേവി, തമ്പുരാൻ്റെ സെറ്റപ്പാണ്. നീ എന്നെ നന്നാവാൻ സമ്മതിക്കില്ലല്ലേ? എന്താ ആലോചിക്കുന്നത്? ഇനിയൊരു പരീക്ഷണം കൂടി വയ്യ. സ്വാമി പറഞ്ഞ പോലെ ഒരു കന്യക ഉടനെ തന്നെ കണ്ടെത്തണം. പൂജ തുടങ്ങണം.
എനിക്കറിയാവുന്നൊരു പെണ്ണുണ്ട്. അച്ഛനും അമ്മയൊക്കെ പണ്ടേ മരിച്ചു പോയതാ. ചെറിയ പ്രായമാണ്. ആരാ? ഗീത. ഇതാണ് നായിക? അതെ, ഗീത. ഈ ഗീതയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള മോൻ കൊടുത്തോട്ടെ. അതിനെന്താ, താൻ കൊടുക്കടോ. ഞാൻ കീഴ്ശ്ശേരി മനയിലെ ദേവനാരായണൻ തമ്പുരാൻ. നിങ്ങളുടെ മകളെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നതാ. അവളെ മംഗലം കഴിക്കാൻ ആഗ്രഹമുണ്ട്. വിരോധമില്ലെങ്കിൽ നടത്തി തരണം. ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത് വിരോധം തമ്പുരാൻ? ഇതൊക്കെ ഈ ജന്മത്തിൽ കിട്ടുന്ന സൗഭാഗ്യല്ലേ? മകളോട് സമ്മതം ചോദിക്കൂ. എന്തിനാണ് തമ്പുരാൻ സമ്മതമൊക്കെ? മുല കുടിക്കുന്ന പ്രായത്തിൽ ഞാൻ അവിടെ നോക്കാൻ തുടങ്ങിയതാ. തന്തയും തള്ളിയും അതിൻ്റെ തലവട്ടം കണ്ടപ്പോൾ തന്നെ പോയി. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നാളെ തന്നെ കെട്ട് നടത്താം. ഫുൾ സെൻറ്റ് സീനാണല്ലോ. വെറൈറ്റി ഒന്നുമില്ലേ? ഉദാഹരണത്തിന് ഈ അവസരത്തിൽ നായകൻ ഒരു ടാറ്റസ് പോലെ വന്നിട്ട് അവരുടെ വണ്ടിക്ക് വട്ടം വെക്കട്ടെ, എന്നിട്ട് ഡോറ് വന്നിട്ട് ചടപടയെന്ന് ഇറങ്ങിയിട്ട് തമ്പരേനെ കൂമിട്ടിട്ട് 4 ഇടിച്ചിട്ട് അയ്യപ്പൻ്റെ ചെകളക്കി പടക്ക് നാളം കൊടുത്തിട്ട് പെണ്ണിനെ കൊണ്ട് പോട്ടെ. താനൊന്ന് സമാധാനിക്ക്, കഥ മുന്നോട്ട് പോട്ടെ. കഥ അത്ര പോരാട്ടാ, അതൊക്കെ ഉദയകൃഷ്ണ. എന്താ എഴുത്ത്? നീ ഇതൊരു ഉറങ്ങിയില്ലേ? എന്താ ഇവിടെ പരിപാടി വെച്ചാനൊക്കെ ഒന്നുമില്ലാതെ? ഞാനൊരു പുസ്തകം വായിച്ചിട്ട് ഇങ്ങനെ. അതേ ദിവസം നോക്കട്ടെ. മറ്റേ ഗർഭപാത്ര ഓഫ് ദ എലമെന്റ് ഓഫ് എൽഫൻ ഭസ്മം പൗഡർ, അതാണ്. ഓ, ഇംഗ്ലീഷ് അല്ലേ? ലോകവിജ്ഞാനം ഉണ്ടാവട്ടെ. അതെ അതെ. കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗോപൻ കൊടുത്തലെങ്ങാനും മൂടായി വന്നായിരുന്നു. ചങ്ങായി അവിടെ പോയി. ഗോപ എന്താടാ രാത്രിയില് നീ ആരെ തപ്പണേ? എൻ്റെ വാച്ചിൻ്റെ ഒരു സൂചി കാണില്ല. ഈ പാതിരാത്രിയിലോ? സമയം എത്രയെന്ന് അറിയോ? അത് നോക്കാൻ വേണ്ടി വാച്ച് എടുത്തപ്പോഴല്ലേ സൂചി കാണില്ല. നീ പോയി കിടക്ക്. ഈ കുറിപ്പിന് ഉറക്കമില്ല. വായന കുറച്ച് കൂടുന്നുണ്ട്. ഓ, ഇംഗ്ലീഷ് അശ്ലീകരം.
അമ്മമ്മേ, അമ്മമ്മേ, എന്തേ എന്താ മോളെ? ആ ജനലിന്റെ അവിടെ ഒരാള്. ഈശ്വര, വാ എൻ്റെ റൂമിൽ കിടക്കാം, വാ. ഈ ബുക്ക് അവിടെ പോയി ഇവിടെ വെച്ചതാണല്ലേ, എവിടെ പോയി? ആ വാ കയറി വാ കയറി വാ. ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലോ? ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അയലോക്കത്ത് 2 പുരുഷന്മാർ താമസിക്കുന്നത് നല്ലതാ. ഇവിടെ ഒരു പെൺകുച്ചിനെയും കൊണ്ട് കഴിയണതാണ്. അതെ അതെ. ഒരു ചെറിയ സഹായം ചോദിക്കാനാ വന്നത്. എന്താ വെച്ചാൽ പറഞ്ഞോളൂ. അയലോക്കാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കണ്ടല്ലേ നമ്മള്. ഇന്നലെ രാത്രി ആരോ വീടിന്റെ വെളിയിൽ ഒരു മിന്നായം പോലെ ഇവള് കണ്ടു. എന്നാലും എന്ത് സംസ്കാര ശൂന്യരാണ് അവര്. ഒരു പാവം പെൺകുട്ടിയുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ മാത്രം അതപ്പതിച്ചവൻ. താൻ ആളെ കണ്ടോ? ഇല്ല, ഒരു നിഴല് പോലെ. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമാധാനമായിരുന്നു. ദിവാകരനാണെങ്കിൽ സ്ഥലത്തും ഇല്ല. കെട്ടുറപ്പിച്ച പെണ്ണാണേ. ഹേയ് പേടിക്കണ്ട, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇവിടെ അടുത്തറിയുന്ന ആരെങ്കിലും ആയിരിക്കുള്ളൂ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മോനെ 2 ദിവസം അവിടേക്ക്. അത് വേണോ? അതിനെന്താ, ഞാനവിടെ വരാന്തെല്ലാം അങ്ങനെ വന്ന് കിടന്നോളാം. വലിയ ഉപകാരമായി. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതൊക്കെ ഈ തലമുറയുടെ ഒരു പ്രശ്നമാണേ. അതെ അതെ. ആ, ഇത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാ. പുറത്ത് ഫോട്ടോ കണ്ടപ്പോൾ കളയാന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാലോന്ന്. താൻ വായിച്ചിട്ട് തന്നാ മതി. മോളെ, ഇത് തപ്പിയാണ് ഞാൻ രാവിലെ മുതൽ പരക്കം വാങ്ങിക്കൊണ്ടിരിക്കണേ. താങ്ക് യു. ഇതിലിപ്പോൾ എന്താ എത്ര? ഇതൊരു ജിന്നാണ് മോളെ. അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ല. ശരി ശരി, പോക്കോ, രാത്രിയാണോ? മനു എന്താ ഉറങ്ങിയില്ലേ? ഏയ് ഉറക്കം വന്നില്ല. സ്ഥലം മാറിയോണ്ടാവും. ഹേയ് എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളുണ്ടല്ലേ? ആ പിന്നെ ഒന്ന് കത്തുമ്പോൾ മറ്റത് കെടും, അത് കെടുമ്പോൾ മറ്റത് കത്തും. എന്ത് രസമല്ലേ? മരിച്ചുപോയവരുടെ ആത്മാക്കൾ നമ്മളെ കാണാൻ വരുന്നതാ രാത്രി. ചില മിടുക്കന്മാരൊക്കെ നേരിട്ടും വരാറുണ്ട്. മനു കണ്ടിട്ടുണ്ടോ? പിന്നെ ഇന്നലെയും കൂടി ഒരെണ്ണം വന്നല്ലേ ഉള്ളൂ. അതാരാ? അതൊരു ജിന്ന്. ജിന്നോ? എന്നിട്ട് എന്തു പറഞ്ഞു? ഒന്നും പറയാതെ ഒറ്റ പോക്കായിരുന്നു. ശരിക്കും? ആന്ന്. ചുമ്മാ നമ്പർ അടിക്കല്ലേ? വിശ്വസിക്കണ്ട. ഓ, വിശ്വസിച്ചു. സമാധാനായോ? മനുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? പറഞ്ഞാലല്ല അറിയുള്ളൂ. മുകളിലെ മേൽക്കൂരൊന്നും ഇല്ലാതെ നക്ഷത്രങ്ങളെ നോക്കി ഇങ്ങനെ കിടക്കണം. അതിന് ടെറസിൽ പോയി കിടന്നാ പോരെ. അങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ടാവണം. കല്യാണം കഴിക്കാൻ പോലെ പാളായില്ലേ? ഏയ് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പറയടോ. ആ മുകളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ എൻ്റെ അച്ഛനും അമ്മയുണ്ട്. മൊത്തം ഡാർക്ക് സീനാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പറയടോ. കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛനമ്മയൊക്കെ മരിച്ചതാ. ബുദ്ധി വെച്ച കാലം തൊട്ട് നോക്കിയതൊക്കെ ഇവരാ. ഏയ് അപ്പോൾ അത് അമ്മയല്ലേ? അല്ല, എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളുടെ ബന്ധുവാ. അവര് എന്നെയൊക്കെ നോക്കുന്നത് ഈ ദിവാകരനാ. ദുഷ്ടനാ. എനിക്ക് ഇഷ്ടമല്ല. ആരും ഇല്ലാത്തതുകൊണ്ട് എതിർത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. എടോ, താൻ പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇതുപോലത്തെ ഒരു കഥ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക. താനിന്ന് രാവിലെ കൊണ്ടുവന്ന ബുക്കില്ലേ, അത് തന്നെ. ശരിക്കും? ശരിക്കും.
എന്നെ കാണാൻ ഒരു ജിന്ന് വരുമെന്ന് പറയാറില്ലേ, അത് സത്യ. താൻ എന്തേ പറയണേ? ബുക്കാണ് ആ ജിന്ന്. ഡോ, ഞാനിത് തുറക്കാം, പക്ഷെ താ പേടിക്കരുത്. അയ്യോ, പേടിക്കണ്ട, പുള്ളിയൊന്നും ചെയ്യില്ല. ഇങ്ങേരാണോ ഇന്നലെ രാത്രി ഒളിഞ്ഞു നോക്കിയത്? അങ്ങേരാ ടൈപ്പൊന്നുമല്ല. പിന്നെ നല്ല പ്രായത്തിൽ തലയിൽ തേങ്ങ വീണ് ചേർത്ത ഞാൻ കൂടിച്ചും കാണാൻ. ഇതാരാ? ഇതാണ് ഞാൻ പറഞ്ഞ ആള്. രാധയ്ക്ക് രാധികയുടെ പോലെ മറ്റൊരു പെൺകുട്ടിയുടെ കഥ കേൾക്കണോ, അല്ല കാണണോ? ഇത് ഞാനല്ലേ, എന്നെ പോലെ ഉണ്ടല്ലോ. അത് പിന്നെ ഗോപനൊരു ഓഫർ വന്നപ്പോ. വിഷമിക്കണ്ട, കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് അയാളുടെ കൂടെ കഴിയണ്ട. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടത്തുമോ? അതൊന്നും കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. നിങ്ങൾക്കുണ്ടാവുന്ന ആദ്യത്തെ കുഞ്ഞാണായാൽ ജീവിതകാലം മുഴുവൻ കുട്ടിക്ക് ഇവിടെ സുഖമായി കഴിയാം. പെൺകുഞ്ഞാണെങ്കിലോ? ഞാനിവിടെ കിടന്ന് ചത്താലും ശരി, അയാൾ എൻ്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിയുടെ എല്ലാ കാര്യവും നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. അതിലെനിക്കൊരു കുറവും വരുത്താൻ പറ്റില്ല. വരൂ. ഈ വാടിയ മുഖം ഗീതയ്ക്ക് ചേരില്ല. തമ്പുരാട്ടിയായിട്ട് ഇവിടെ വാഴേണ്ട പെണ്ണാ നീ. കീഴ്ശ്ശേരി മനയിൽ ഒരു ആൺകുട്ടി ഓടിക്കളിക്കുന്ന എനിക്ക് കാണണം. അവനിലൂടെ ഈ ദേവനാരായണന്റെ പ്രതാപം തലമുറകളോളം നിലനിൽക്കണം. ആശിച്ചതെന്തും സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ ഞാൻ. ഇന്നേക്ക് 14-ാം നാൾ പൗർണമി ദിവസം വരെ പൂജകളുണ്ടാകും. അത് കഴിഞ്ഞ അയ്യപ്പ, തമ്പുരാൻ,
പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പൂജ കഴിയുന്നവരെ മനയ്ക്ക് പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ടും ഇവിടുന്ന് ഒരാൾ പുറത്തേക്കും പോകരുത്. സൂക്ഷിക്കണം. നാളെ പുലർച്ചെ പൂജയ്ക്കുള്ള ഭസ്മവുമായി കാടിറങ്ങി ഒരാൾ വരും. കാട്ടുവഴിയാണ്. വഴി കാട്ടാൻ നീ പോണം. തനിച്ചായിരിക്കണം. പറഞ്ഞ പോലെ. ഞാനാണ് മെയിൻ. നീ വായിക്ക്. എടാ ഞാനിതെപ്പോ വായിക്കടോ. സ്വാമി പറഞ്ഞയച്ചാളല്ലേ? അതെ, ഞാൻ തന്നെ. ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ഇതുവരെ ആരും കണ്ടില്ല. ഇതാണ് ആള്. മരുന്ന് കൊടുക്കണോ? സ്വാമി എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നോ? പൂജ കഴിയുന്നവരെ തമ്പുരാന്റെ കൂടെ തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അല്ലെങ്കിലും പൂജ കഴിയാണ്ട് ഇവിടുന്ന് ആരും പുറത്തേക്ക് പോകുന്നില്ല. അയ്യപ്പ, ഇയാൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഏർപ്പാടായി കൊടുക്ക്. തമ്പുരാൻ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഒരു കുറവുണ്ടാവില്ല. പുറത്തിറങ്ങണമെന്ന് തോന്നാൻ പോലും പാടില്ല. മനസ്സിലായല്ലോ? വാ. ഇതാ ഇവിടെ കിടന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പുറത്തുണ്ടാവും. ശരി. താഴ്വാരങ്ങൾ മോളും താലോലമാം കാറ്റിൽ തനുവിൽ ഞാൻ തേടും തണുവിൻ്റെ തീരം അറിയാതെ അഴകേ നിൻ നാണത്തിൻ ചന്തം കാണാൻ
പതിവായി നിൻ വനി തേടും ശലഭമായി പോരാം പൂവേ താഴ്വാരങ്ങൾ മൂളും താലോലമാം കാറ്റിൽ സ്വപ്നങ്ങൾ പൂമരമായി പൂത്തു നിൽക്കും വഴിയോരം കാത്തിരിക്കാം മോഹങ്ങൾ പുതുമഴയായി പെയ്തിറങ്ങും രാവിൽ ഞാൻ ചേർത്തണയ്ക്കാം നമുക്കായി തുറന്നേതോ വാതിൽക്കൽ നിൻ മൃദുപാദമേൽക്കും യാമം ആ നാളിൽ പറന്നെത്തും പൂത്തുമ്പികൾ മൃദുമന്ത്രമോതും നേരം ഓമൽ പൂവേ പീലിപ്പൂവേ നീ എന്നും സാമീപ്യമായി താഴ്വാരങ്ങൾ മൂളും താലോലമാം കാറ്റിൽ പുലരികളിൽ പൂക്കാലമായി ആവണിക്കാറ്റിൻ താളം കനവിൻ്റെ കസവിഴയാൽ പുടവ നെയ്യാം നീ എൻ്റെ വധുവാകുവാ ഈ മൂവന്തി നേരത്തൻ പൂമുഖത്താ അണയാത്ത മണിദീപമാ മഴ കൊഞ്ചുമ്പോൾ നിന്നിതളിൽ ചാഞ്ഞിടാമെൻ ജീവനേ ഓമൽ പൂവേ പീലിപ്പൂവേ ഈ ജന്മം സായോജ്യമായി താഴ്വാരങ്ങൾ മൂളും താലോലമാം കാറ്റിൽ തനുവിൽ ഞാൻ തേടും തണുവിൻ്റെ തീരം അറിയാതെ അഴകേ നിൻ നാണത്തിൻ ചന്തം കാണാൻ പതിവായി നിൻ വനി തേടും ശലഭമായി പോരാം പൂവേ താഴ്വാരങ്ങൾ മൂളും താലോലമാം കാറ്റിൽ
കഴിക്ക്, ഇതൊരു മരുന്നാണ്. ഞാൻ കഴിക്കില്ല, എനിക്ക് വേണ്ട. എന്തായാലും നിന്നെ കൊല്ലാനുള്ള വിഷം നല്ലതിൽ. നീ ഇത് കഴിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും. പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. കഴിക്ക്. ഗീത, ഗീത, അയ്യോ പേടിക്കണ്ട, ഞാനാണ്. ഇതെങ്ങനെ ഇവിടെ? നമുക്ക് ഇവിടുന്ന് പോവാം. ഇയാൾ എന്നെ കൊല്ലും, എനിക്ക് പേടിയാ. ശബ്ദം ഉണ്ടാക്കരുത്. ഏട്ടൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടുന്ന് പുറത്ത് കിടക്കുന്നത് അത്ര എളുപ്പമല്ല. വഴിയുണ്ടാക്കാം. പൂജയ്ക്ക് ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് പുറത്ത് കിടക്കും. ഇപ്പം ഞാൻ പോട്ടെ. ഞാൻ കന്യകയാണെങ്കിലല്ലേ അയാൾ വിചാരിച്ച കാര്യം നടക്കൂ. ഒരു തമ്പുരാനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. പുള്ളി എവിടെ പോയി? അവനങ്ങനെയാണ്, ബുക്കടച്ചാ പോവും. നല്ല ദിവ്യപ്രണയായിരുന്നല്ലേ? ബാക്കിയും കൂടി വായിക്കായിരുന്നു. അയ്യോ അമ്മമ്മ, അമ്മമ്മ എന്തു പറ്റി? ആരോ ജനലിന്റെ അപ്പുറത്തുകൂടെ ഓടി. കള്ളക്കിളവാ, രാത്രി ഒളിഞ്ഞോട്ടം പകൽ യോഗ അല്ലടോ. അമ്മാവൻ ഭാഗത്തിന് കുറുത്തോട്ടി വരയ്ക്കാൻ പോയതാ. ഓഞ്ഞക്കിളവാ, താനെന്റെ അമ്മാനായി പോയി. അല്ലെങ്കിൽ പിടിച്ചാൽ പോലീസിൽ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ കാല വരെ ഞാൻ നിലത്തടിച്ചാനെ. ബാക്കിയുള്ളവരും കൂടി നാറ്റിക്കാനായിട്ട്. മനു മോനെ നാറ്റിക്കല്ലടാ, നീ പറഞ്ഞ എന്ത് തെമ്മാടി കൂട്ടി. താനൊരു മണ്ടും പറയണ്ട. നേരം വെളുക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോണം. അമ്മാവൻ രാവിലെ വജ്രാസനം കഴിഞ്ഞിട്ട് പോയാൽ വജ്രാസനം തന്റെ
കുറച്ച് ഡ്രസ്സാണ്. എല്ലാം ഇല്ലേന്നൊന്ന് നോക്കിക്കൊള്ളു കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി അല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ ഗോൾഡൊക്കെ എടുക്കണം. നമുക്ക് ഒരുമിച്ച് പോവാം. അതെന്തൊരു സന്തോഷമില്ലാത്ത. ഒന്ന് ചിരിക്കടോ, മുഖത്തൊരു പ്രസാദമില്ല. ഈ താല്പര്യക്കുറവൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാറുന്നേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ കേട്ടിട്ടായിരിക്കും മോൾക്ക് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ്. അടുത്തറിയുന്നവരാരും കുറ്റം പറയില്ലേ. അല്ലാത്തവന്മാരൊക്കെ പലതും പറയും. ഞാൻ കള്ളാണ്, കഞ്ചാവാണ്, പെണ്ണുപിടിയാണെന്നൊക്കെ. അതൊക്കെ സഹിക്കാം. ഞാൻ അശ്ലീല സിനിമകൾ കാണുന്ന ആളാണെന്ന് വരെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ഷോ, തൊലി ഉരിഞ്ഞു പോവും. ഹോ, ഉള്ളത് പറയാലോ മോളെ. ആദ്യം കെട്ടിയ 3 പേർക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ എന്തിൻ്റെ കുറവാ? ലീല, അവൾ മീൻകാരൻ വന്ന് ഹോണടിച്ചാൽ ഇറങ്ങിയൊരു ഒറ്റ ഓട്ടാണ്. സംഗതി മീൻകാരനൊക്കെ തന്നെയാണ്. പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയാണ് കൊടുക്കലും വാങ്ങലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയായിരുന്നു. പിന്നെ ലത, ഗ്യാസ് കൊണ്ടുവരുന്ന മോനെ. ആളില്ലാത്ത സമയത്ത് അവൻ ഗ്യാസ് കൊണ്ടുവരും. അതെന്താ ഞാൻ ഉണ്ടാകുമ്പോൾ അവന് ഗ്യാസ് ഉണ്ടാകുന്ന? അത് അവളും കൂടി അറിഞ്ഞോണ്ടല്ലേ. അടുക്കളയിൽ ഗ്യാസ് ഫിറ്റിങ്സിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെ ഫിറ്റിങ്സും കൂടി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ തറവാടിനൊരു പേരുണ്ട്, അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ സുലോചന, പ്ലംബർ മണി ടാങ്കിൻ്റെ മുകളിലും ഇവളടിയിലും അവൻ മുകളിലും. അശ്ലീലം ഒഴിവാക്കി മോളെ, ഒഴിവാക്കി. നമുക്കൊരു സംസ്കാരമൊക്കെ ഉണ്ടായി. പിന്നെ രാധികേനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. എൻ്റെ മനസ്സിലെ സ്ത്രീ സങ്കല്പം അതേപടി രാധികയിലുണ്ട്. ഉള്ളിലങ്ങോട്ട് കയറിപ്പോയി. ഇനി എനിക്കെല്ലാം രാധികയാണ്, രാധികയ്ക്ക് ഞാനും. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച സ്വർണ്ണം എടുക്കാം. പോട്ടെ. അമ്മാവാ, ഭാഗ്യം കാലം ഇത് കണ്ടില്ല. ഒളിപ്പിക്കണ്ട, കണ്ടു. ഞാൻ രാവിലത്തെ ഒരു മൂഡിന് ഇരിക്കിരിക്കി. മനു എന്താ രാവിലെ ഒന്നും പറയാതെ പോകുന്നത്? ആരെയും കണ്ടുവല്ലേ അങ്ങട്? അത് രാവിലെ അർജന്റായിട്ട് ഒരു കൊറിയർ നാട്ടിലേക്ക് അയക്കാനുണ്ടായിരുന്നു. അമ്മാവനോ? അമ്മാവനൊന്ന് നാട് വരെ പോയേക്കാം. എന്തു പറ്റി? അമ്മാവൻ നാട്ടിൽ കുറുന്തോട്ടിയുടെ ബിസിനസ് ഒക്കെ ഉണ്ട്. ഇന്നലെ മനു അവിടെ ഉള്ളത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ പേടിച്ച് ചത്തന്നെ. ഇനി അവൻ വരില്ല. ആണുങ്ങളെ കണ്ട് പേടിച്ചില്ലേ. പക്ഷെ ചാടി ഓടിക്കളഞ്ഞു, കൈ കിട്ടിയില്ല. എന്തേ, മറന്നോ? ഇല്ല, വിട്ടുപോയതാണ്. സത്യം പറഞ്ഞ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഗോപനാണ് കൊള്ളാല്ലേ. മനു പറഞ്ഞ പോലെ തന്നെ ഒരു കണക്കിന് നോക്കിയ ആ ഗീതയുടെ അവസ്ഥ തന്നെ എനിക്കും. നമുക്ക് ബാക്കി വായിച്ചാലോ? അയ്യോ, ഇത് രാത്രി വായിച്ചാലേ ശരിയാവും. പകലൊന്നും ഗോപം വരില്ല. നമുക്കൊന്ന് വായിച്ചു നോക്കാന്നേ. എന്നാ വായിച്ചു നോക്കാം. വാതിലങ്ങ് അടച്ചേക്കാം. അല്ല, പകല് ക്ലൈമാക്സ് സീനല്ലേ, കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും പകല് തന്നെ ഞാനിങ്ങ് പോകുന്നു. ഇന്ന് തീരുവല്ലേ? ഇന്നത്തോടെ കഥ തരും. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും.
അയ്യപ്പ, അയ്യപ്പ, തമ്പുരാൻ ചതി പറ്റിയണു. അവൻ കുങ്കിയല്ല. പോയി നോക്കണം. തമ്പുരാൻ അവളവിടെ കാണുന്നില്ല. പോയിട്ടെന്തായാലും അധികം നേരം ഉണ്ടാവില്ല. അവൻ അവളെയും കൊണ്ട് ഈ കാട് കടക്കരുത്.
എനിക്ക് ഇതാ ഗീത ഗീത ഗീത